ഇത് യുദ്ധം അതീവ സംഘർഷാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിതീവ്രമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇറാൻ തിരിച്ചടിച്ചിട്ടുണ്ട്. 30 മുതൽ 70ഓളം മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ടു എന്നാണ് ഈ ഒരു സമയം കൊണ്ട് തന്നെ പറയപ്പെടുന്നത്. അതായത് രൂക്ഷമായിട്ടുള്ള പ്രത്യാക്രമണം ഇറാൻ ഒരുക്കി കഴിഞ്ഞു. ഇറാൻ ആദ്യമേ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, ഇറാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആക്രമണം തുടങ്ങി വെക്കാൻ അവർക്ക് താല്പര്യമില്ല, പക്ഷെ തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യുദ്ധം എപ്പോഴും ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ചൈന കൂടി ചേരുമ്പോൾ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി തിരിച്ചെന്ന് ചിന്തിക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു പ്രത്യാഘാതം അനുഭവിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഹോർമൂസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ വ്യാപാരം നിലയ്ക്കുന്നതോടുകൂടി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. ഇപ്പൊ തന്നെ സ്വർണത്തിന് വില കൂടി അപ്പോൾ എല്ലാം കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഈ യുദ്ധം ഉടനടി നിർത്തിയില്ലെങ്കിൽ ഇത് ഇസ്രായേലിനെയോ ഇറാനെയോ അമേരിക്കയോ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഉൾപ്പെടെ, ഞാനും വിദ്യയൊക്കെ ഉൾപ്പെടെ അനുഭവിക്കുന്ന തരത്തിലേക്ക്, വല്ലാത്ത രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം എണ്ണ എന്ന് പറയുന്നത് ഇപ്പോഴും ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, വ്യാപാരത്തേക്ക് നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് ഒരു രാജ്യത്തിനും കിട്ടാത്ത അവസ്ഥ വന്നാൽ, എണ്ണ അധികമുള്ള രാജ്യങ്ങൾക്ക് അത് വിൽക്കാൻ കഴിയാതെ അവർക്ക് വരുമാനമില്ലാത്ത അവസ്ഥ വന്നാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. സിമ്പിൾ ലോജിക്കാണ്. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇറാനെ സംബന്ധിച്ച് ഇറാന് യുദ്ധം ആരംഭിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ഇസ്രായേലാണ് ഈ കണ്ട മുഴുവൻ കുഴപ്പങ്ങളുടെയും കാരണം. ഇപ്പോൾ ഇവിടെ പലരും ഇരുന്നിട്ട് ഇസ്രായേൽ കീ ജയ്, അമേരിക്ക ജയ് എന്നൊക്കെ പറഞ്ഞ് കുറേ പൊട്ടന്മാരുടെ ഒച്ചമ്പകൾ കൊടുക്കുക. ഇവന്മാർ നോക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇറാൻ ഈ പറയുന്ന ഇസ്ലാമിക ഭരണമാണ്, ഇസ്ലാം ഇല്ലാതാവണം, ഇസ്ലാം അവിടെ കണ്ടാലും വർഗീയ ചിന്താഗതിയായിട്ട് ഈ വർഗീയ ഭ്രാന്തന്മാർ ഇപ്പോൾ ഇരുന്ന് കൈയടിക്കുകയാണ്. യുദ്ധം ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെ ഇത് കൈയടിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇറാനിലെ ഇസ്ലാമിക ഭരണം താഴെ വീഴുന്നു എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മതപരമായിട്ട് വർഗീയപരമായിട്ടാണ് ഇവരിത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല. ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. അത് അതിർത്തി വിഷയമാണ്. അതിർത്തി എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായിട്ട് ഇപ്പം 2 രാജ്യങ്ങൾ എന്ന നിലയിൽ അതൊരു വിഷയമാണ്. സാമ്പത്തിക മേഖലയുടെ കാര്യത്തിൽ, വ്യാവസായിക മേഖലയുടെ, അങ്ങനെയാണ് ഇതൊരു വലിയ പ്രശ്നമാകുന്നത്. അപ്പോൾ യുദ്ധം വേണമെന്ന് പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. ശരിക്കും ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ഇസ്രായേലിൻ്റെ നടപടിയെ തന്നെയാണ്. കാരണം ഇറാൻ അവരുടെ ഒരു പരമാധികാര രാഷ്ട്രമാണ്. പരമാധികാര രാഷ്ട്രത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അപ്പുറത്തെ രാജ്യം ഒളിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഇറാനെ സംബന്ധിച്ച് ഇറാൻ അവരുടേതായ രീതിയിൽ മിസൈലുകൾ ഉണ്ടാക്കുന്നു, ഈ പറയുന്ന ഡ്രോണുകൾ ഉണ്ടാക്കുന്നു, ആണവ പരീക്ഷണം നടക്കുന്നു, ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നു. അങ്ങനെ വലിയ ഉപരോധങ്ങളെ അതിജീവിച്ചിട്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അമേരിക്ക പറയുകയാണ് നിങ്ങൾ ആണവ പരീക്ഷണം നടത്തരുത്. എന്നാൽ പിന്നെ അമേരിക്ക ആദ്യം ആണവായുധങ്ങൾ നിരായുധീകരിക്കട്ടെ. അമേരിക്ക ഒരു ആണവശക്തിയായി നിന്നുകൊണ്ട് അമേരിക്ക ആണവ ഊർജ്ജമൊക്കെ ഉണ്ടാക്കി ആണവ പരീക്ഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു രാജ്യത്തോട് ചെന്നിട്ട് അവരുടെ പരമാധികാരത്തിൽ കൈകടത്തിയിട്ട് അത് ചെയ്യരുതെന്ന് പറയുന്നത്. അതെന്തടിസ്ഥാനത്തിലാണത്? അതുപോലെ തന്നെ ആ രാജ്യത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ആ രാജ്യത്തെ ഭരണാധികാരി ഇയാളാകാൻ പാടില്ല എന്ന് അമേരിക്ക അങ്ങ് പറയുകയാണ്. ഇത് നാളെ ഏത് രാജ്യത്തിന് സംഭവിക്കാം. ഇന്ത്യക്ക് നേരെ അമേരിക്ക വരില്ല എന്ന് ആര് കണ്ടു? ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പറയാണ് ഇന്ത്യയുടെ ഭരണാധികാരി മാറണം, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുന്നു. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കടന്ന അത് അംഗീകരിച്ചാൽ ഇത് ആർക്കും ഭീഷണിയാകുന്ന ആളെ. അപ്പോൾ അങ്ങനെ ഒരു ലോകക്രമം കെട്ടിപ്പടുക്കാൻ, അതായത് ചോദിക്കാനും പറയാനും ആരുമില്ല, ഞങ്ങൾ വിചാരിച്ചില്ല ഈ ലോകത്ത് എന്തും നടക്കുമെന്നൊരു ലോകക്രമം ഉണ്ടാക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് കേട്ടോളുക, ഞങ്ങളെ ഭയപ്പെട്ട് നിന്നോളുക, ഞങ്ങളുടെ കാല് നക്കിക്കോളുക, ഇതാണ് ഇവർ പറയുന്നത്. ഇതിനെതിരെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇറാൻ ചെയ്തൊരു കുറ്റം. ഇറാൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖamenei ഇതിനെ ചോദ്യം ചെയ്തു, അതിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, അറബ് രാജ്യങ്ങളിൽ ആക്രമണം തുടങ്ങി. ഇറാൻ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും മിസൈലുകൾ വിക്ഷേപിച്ചു. അവിടെ വലിയ സ്ഫോടനങ്ങളുണ്ടായി. അതിനെ തടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു സ്ഫോടന ശബ്ദമുണ്ടായിട്ടുണ്ട്, വലിയ സ്ഫോടനം കണ്ടു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇസ്രായേലിലേക്ക് കടന്നാക്രമണം നടത്തി. ഇനി പതിയെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് അവിടേക്കൊക്കെ നടക്കും. ചൈന തീർച്ചയായിട്ടും ഇറാൻ്റെ ഒപ്പം നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയെ സംബന്ധിച്ച് ചൈനയുടെ ഏതാണ്ട് പകുതിയിലധികം എണ്ണ വന്നിരുന്ന വെനസ്വലയിൽ നിന്നാണ്. അതിപ്പോൾ സ്റ്റോപ്പായി. അമേരിക്ക വെനസ്വലയെ ആക്രമിച്ചതോടുകൂടി ചൈനയിലേക്ക് എണ്ണ കിട്ടുന്നില്ല. പിന്നെ ചൈനയ്ക്കുള്ള എണ്ണയുടെ ആശ്രയം ഇറാനാണ്. അതുകൂടി അമേരിക്ക കൈയടക്കിയാൽ ചൈന തകർന്നു പോകും. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ ഇറാൻ ജയിക്കേണ്ടത് ചൈനയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ചൈന 100%, 101% ആത്മാർപ്പണം നടത്തി ഇവിടെ ഇറാനൊപ്പം നിൽക്കും. ചൈനയുടെ പക്കലുള്ള ആയുധങ്ങൾ മുഴുവനും കൊടുക്കും. റഷ്യയുമായി സംസാരിച്ച് ഇറാന് ബാക്കപ്പ് കൊടുക്കാൻ പറയും. അവരൊരു ചേരിയായി മുന്നോട്ട് വന്നാൽ പിന്നെ ലോകമഹായുദ്ധത്തിൻ്റെ സാധ്യതകളായി.
അമേരിക്കയ്ക്കൊപ്പം നാറ്റോ സഖ്യം എന്തായാലും വരും. അവരുടെ യുദ്ധ സംഹിതയിൽ ഇപ്പോൾ നാറ്റോയുടെ നിയമത്തിൽ പറയുന്നത് തങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ, ഒരു നാറ്റോ രാജ്യത്തെ പുറമേ നിന്നൊരു രാജ്യം ആക്രമിച്ചാൽ ഈ നാറ്റോ സഖ്യത്തിലുള്ള മുഴുവൻ രാജ്യങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണ്ട് ഒന്നിച്ചു നിന്ന് തിരിച്ചടിക്കണമെന്നാണ് പറയാം. ഇപ്പോൾ ഓൾറെഡി അമേരിക്കയ്ക്ക് നേരെ ഒരു ആക്രമണം എന്ന നിലയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നാറ്റോ ചേരിയെ ഇളക്കി വിടാനായിട്ട് അമേരിക്കയ്ക്ക് ഇത് മതി. ഇപ്പോൾ ഇറാൻ ആക്രമിക്കില്ല എന്ന് വിചാരിച്ചവരൊക്കെ നടുങ്ങിയിട്ടുണ്ട്. ഇസ്രായേൽ വലിയ ആക്രമണം നടന്നിട്ടുണ്ട്. വടക്കൻ ഇസ്രായേൽ വലിയ സ്ഫോടനങ്ങളും തീജ്വാലകളും ഉയർന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ആകാശത്ത് തീമഴ പെയ്യ്ക്കുന്ന വിധത്തിൽ തുടർച്ചയായി ഇറാൻ മിസൈലുകൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് തുടക്കമാണ്. അത് ഇറാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു തുടക്കമാണ്, ഞങ്ങളുടെ മെയിൻ പരിപാടി ഇതേ വരുന്നേ ഉള്ളൂ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ വ്യോമാക്രമണത്തിന് ഇറാൻ സജ്ജമാണ്. അതുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രായേലിനെ സംബന്ധിച്ച്, അമേരിക്കയെ സംബന്ധിച്ച് ഇത് ഏകപക്ഷീയമായിരിക്കുമെന്ന് കരുതുക വയ്യ. ഇതൊരു യുദ്ധം ഒരു ഏകപക്ഷീയ യുദ്ധമായി, അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം അങ്ങോട്ടടിച്ച് ഞങ്ങൾ ജയഭേരി മുഴക്കി തിരിച്ചു പോകും എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ഇറാൻ്റെ പക്കലേക്ക് കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ചൈനയുണ്ട്, റഷ്യയുണ്ട്, കടലിൽ ഹോർമുസ് കടലിടുക്കുണ്ട്, ചെങ്കടൽ ബ്ലോക്ക് ചെയ്യാൻ ഹൂത്തികൾ ഉപയോഗിച്ച് പറ്റും. വടക്കൻ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള വിചാരിച്ചാൽ നടക്കും. അങ്ങനെ ഇറാൻ ആക്രമണം നടത്താനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. ഈ പറയുന്ന ആളുകളെ, ഈ പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ഇവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ സമ്മർദ്ദം ചെലുത്താനാണെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഒരിക്കലും അറബ് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം നടക്കില്ല. ഈ പടക്കപ്പലുകളിൽ നിന്ന് ഇനിയുള്ള ആക്രമണം നടത്തും, ഒന്ന് ഇസ്രായേലിൽ നിന്ന് നടത്താം. ഈ രണ്ട് ടാർഗറ്റുകൾ പൊട്ടിക്കാൻ ഈ പറയുന്ന ഇറാന് സാധിച്ചാൽ, ഇറാനും സംഘത്തിനും സാധിച്ചാൽ ഒരു പരിധി കടന്നുള്ള ആക്രമണങ്ങളിലേക്ക് പോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൊടുക്കും. കാരണം യൂറോപ്യൻ യൂണിയൻ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഗൾഫ് രാജ്യങ്ങളിൽ അവർക്ക് അവരുടെ എണ്ണ ഇരുന്നു കഴിഞ്ഞാൽ അവിടുത്തെ സാമ്പത്തിക അടിത്തറ തകരും. നമ്മുടെ ഇന്ത്യൻ പ്രവാസികൾ കൂട്ടത്തോടെ തിരിച്ചു വരേണ്ടി വരും. തൊഴിലില്ലാതാകും. ക്ഷാമം, പട്ടിണി, വിലക്കയറ്റം, സാമ്പത്തിക മാന്ദ്യം എല്ലാം കൂടെ ഒന്നിച്ചു വന്നാൽ ഈ ലോകം താങ്ങില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം, പല രാജ്യങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറകെ അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ പ്രശ്നം, മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥയും അരാജകത്വവും ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിലാണ് ഈ പറയുന്ന പോലെ ഇതുപോലുള്ള ഒരു വലിയ പ്രതിസന്ധിയും കൂടി വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സമ്മർദ്ദങ്ങൾ ഇവർക്കുണ്ടാകും. അധിക നാൾ ഈ യുദ്ധവുമായിട്ട്, ഈ ആക്രമണവുമായിട്ട് പിടിച്ചു നിൽക്കാൻ ഇറാന് കഴിയുമായിരിക്കും. ഇറാൻ അതുപോലെ ശക്തിയുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ ബാക്കപ്പുകളുണ്ട്, ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് ആക്രമണ സ്രോതസ്സുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ എന്നൊരൊറ്റ ലക്ഷ്യവും പരിമിതമായ ആക്രമണ സ്പേസുമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പരിധി കടന്ന് ആക്രമണവുമായി മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിയില്ല എന്നുള്ളതും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കണം. ജൂണിലൊരു 12 ദിവസത്തായി ഇതുപോലൊരു ആക്രമണം നടന്ന സമയത്ത് നമ്മളെല്ലാവരും ഭയപ്പെട്ടൊരു കാര്യമാണ് ഇറാൻ ഒരുപക്ഷെ ഹോർമുസ് കടലിടുക്ക് അടച്ചു കളഞ്ഞേക്കാം എന്നുള്ളത്. അപ്പോഴും ഇറാൻ അവിടെ ഒരു മാന്യത പുലർത്തിയാണ് ആ യുദ്ധവും മുന്നോട്ട് കൊണ്ടുപോയത്. ഇറാൻ അന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മറ്റു രാജ്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലാണ് അന്നും ഇറാൻ യുദ്ധം ചെയ്തത്. അപ്പോൾ ആ ഒരു മാന്യത എപ്പോഴും പുലർത്തുന്ന, യുദ്ധത്തിൽ പോലും ഒരു നീതി പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷെ ആ ഒരു രാജ്യത്തിലേക്കാണ് യാതൊരു നീതിയും, അല്ലെ നേരത്തെ ഏത് പറഞ്ഞതുപോലെ തന്നെ പരമാധികാരത്തിൽ കടന്നു കയറ്റം, അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയായിരിക്കും അമേരിക്ക ഇനി ന്യായീകരിക്കുന്നത്? അമേരിക്കയ്ക്ക് പറയുന്ന പ്രധാന കാരണം ആണവ കരാറിൽ ഒപ്പുവെക്കാൻ ഇറാൻ മടിക്കുന്നു, അല്ലെങ്കിൽ ആണവ സ്വയം പര്യാപ്തത നേടുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഒരു ആണവ രാജ്യമാണ് എന്നിരിക്കെ എന്തിനായിരിക്കും അമേരിക്ക ഇറാനോട് ഇത്തരത്തിലൊരു നീതികേട് പുലർത്തുന്നത്? അല്ല, അതിന് കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, അമേരിക്കയുടെ ഇംഗിതത്തിന്, അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങാത്ത ഒരു രാജ്യമായി ഇറാൻ നിൽക്കുന്നു. ആ ഇറാൻ അനുദിനം കരുത്താർജിക്കുന്നു. പശ്ചിമേഷ്യയിലെ ഒരു വലിയ ഇൻഡിപെൻഡൻറ്റ് ഫോഴ്സ് എന്ന നിലയിലേക്ക് ഒരു ശാക്തിക ചേരിയായിട്ട് ഇറാൻ മാറുകയാണ്. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഇത്രയും കാലത്തെ ഇടപെടലുകൾക്ക് വിരുദ്ധമായിട്ട്, ഇത്രയും കാലം അമേരിക്ക എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് രാജ്യങ്ങളെ, അതിന് കടകവിരുദ്ധമായിട്ടൊരു രാജ്യം നിന്നിട്ട് ഒറ്റയ്ക്ക് അടിച്ച് കയറി വരികയാണ്. സ്വാഭാവികമായിട്ടും അതില്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ അജണ്ട. ഒപ്പം ഇസ്രായേൽ കൊടുക്കുന്ന വലിയ സമ്മർദ്ദവും, ഇസ്രായേലിന് ഭയമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു മിസൈൽ വാങ്ങിച്ചാൽ, ഒരു മിസൈൽ പരീക്ഷിച്ചാൽ, ഒരു യുദ്ധവിമാനം കൊണ്ടുവന്നാൽ അപ്പോൾ പേടിയാണ്. ഞങ്ങളിപ്പോൾ തീർക്കും എന്ന് പറയുന്ന പോലുള്ള ഒരു വലിയ ഭയം ഇസ്രായേലിനുണ്ട്. അപ്പോൾ ഇസ്രായേൽ കൊടുക്കുന്ന സമ്മർദ്ദം താങ്ങുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു പരിധി കടന്നാൽ പറ്റില്ല. കാരണം ഒരേ സമയം അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ സഹായിക്കുകയും വേണം,
എന്നാൽ അതേസമയം ഇസ്രായേൽ പറയുന്ന അപകടകരമായ കാര്യങ്ങൾ ചെയ്താൽ അമേരിക്കയ്ക്ക് ഒരുപാട് തിരിച്ചടികൾ വേറെ കിട്ടുകയും ചെയ്യും. അപ്പോൾ തന്ത്രപരമായിട്ട് അമേരിക്ക എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ട് ഇസ്രായേലിൻ്റെ തലയിലേക്ക് വെച്ചു കൊടുത്തു, നിങ്ങൾ പോയി ആക്രമിച്ചോളൂ, നമ്മൾ പിന്തുണയ്ക്കാം. നയതന്ത്രപരമായി അമേരിക്ക ചെയ്ത ഏറ്റവും ബെസ്റ്റായിട്ടുള്ള നിലനിൽപ്പിൻ്റെ കളിയാണ് കണ്ടത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഇറാൻ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ആക്രമണം വന്നത് ഇസ്രായേലിൽ നിന്നാണ്, പക്ഷേ ഇറാൻ ആക്രമിക്കുന്നത് ഇപ്പോൾ ഖത്തറിലും ബഹ്റൈനിലും ആക്രമണം നടത്തി. അവിടെ കൊണ്ട് തീരില്ല, ജോർദാൻ അടിക്കും, ജോർദാനിലേക്ക് ആക്രമണം നടത്തും, അമേരിക്കയുടെ മറ്റ് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തും, അമേരിക്കയുടെ കപ്പൽ പടയ്ക്ക് നേരെ ആക്രമണം നടത്തും. ഒരുപക്ഷെ മാരകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ അതിലുണ്ടായേക്കാം. അതുപോലെ തന്നെ ഇനി എവിടെയൊക്കെ ആക്രമണം നടത്തണമോ അവിടെയൊക്കെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഇറാൻ ആക്രമിക്കും. കാരണം ഇറാനെ സംബന്ധിച്ച് മിസൈലുകളാണ്. ഈ മിസൈലുകൾ തുടർച്ചയായി അയക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് തടസ്സമുള്ള കാര്യമൊന്നുമല്ല. ഈ മിസൈലുകൾ ഇരിക്കുന്നത് ഭൂഗർഭ അറകളിലാണ്. ഭൂമിശാസ്ത്രപരമായി ഇറാൻ്റെ കേന്ദ്രങ്ങൾ കണ്ടെത്തുക, കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ചടങ്ങുള്ള പണിയാണ്. അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി സംഭവിക്കുന്നത്, ഒന്ന്, ഇറാൻ പരമാവധി തിരിച്ച് ആക്രമിക്കും, ദ്രോഹിക്കും. ഇറാൻ ആദ്യമേ അതിന് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ആക്രമിച്ചാൽ പിന്നെ ഞങ്ങൾ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല. യുദ്ധം തുടങ്ങുന്നത് നിങ്ങളായിരിക്കാം, പക്ഷെ അതെങ്ങനെ തീരണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ ദ്രോഹിച്ചിട്ട് ഒരുത്തരം അങ്ങനെ സുഖമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതണ്ട എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇറാൻ കടന്നു. ഇനി ഈ യുദ്ധം നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഒക്കെ എന്നത്തെയും പോലെ ഒന്നടിച്ചിട്ട് പിന്മാറി നിൽക്കുക, എന്നിട്ട് ഒത്തുതീർപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമിട്ടിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ നടന്നോളുന്നില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ക്ഷമയുടെ നെല്ലിപ്പലയും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവിടുത്തെ ഭരണാധികാരിയെ കൊല്ലാൻ ശ്രമിച്ചവരോട് ഇത്രയും കാലം സംയമനത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചു, തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അത് മാത്രമാണ് ഇറാൻ ചെയ്തിട്ടുള്ളൂ, വേറെ അങ്ങോട്ട് കയറി ഒന്നും ചെയ്തിട്ടില്ല. ആ ഇറാനെയാണ് പിന്നെയും പോയി ആക്രമിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ഇറാൻ സഹിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിച്ച് അതിഭയാനകമായിട്ടുള്ള ചില മാർഗങ്ങൾ സ്വീകരിച്ചാൽ ഒരിക്കലും അത് എന്താ പറയുക, അത് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അമേരിക്കയ്ക്ക് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേലിനും തിരിച്ചടികൾ കനത്തു കഴിഞ്ഞാൽ അവർ പറയുകയാണ് ഇനി മധ്യസ്ഥ രാജ്യങ്ങളെ ഉപയോഗിച്ചൊരു ചർച്ച നടത്താമെന്ന് പറയും. ഇറാൻ പറഞ്ഞു ഞങ്ങൾ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ഇറാൻ പറയുകയാണ് ഞങ്ങൾ ഇനി ചർച്ചയ്ക്കില്ല, ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചു, ഈ യുദ്ധം ഇനി അവസാനം കണ്ടിട്ട് ഞങ്ങൾ നിർത്തൂ എന്ന് പറഞ്ഞ് തുടർച്ചയായി ഇസ്രായേലിലേക്ക് മിസൈൽ മഴ പ്രവഹിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇറാൻ എന്ന് വയ്ക്കുക. ചൈനയും സഹായിക്കുന്നു, റഷ്യയും സഹായിക്കുന്നു. മതി, ഇറാനെ സംബന്ധിച്ച് അത് മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നിരന്തരമായി ഇറാൻ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ തീരുമാനിക്കുന്നു. ഈ പറയുന്ന ഹോർമുസ് കടലിൽ അടച്ചിടാൻ തീരുമാനിക്കുന്നു. ചെങ്കടലിൽ മറ്റൊരു ബ്ലോക്ക് ഹൂത്തികൾ വഴി കൊടുക്കാൻ തീരുമാനിക്കുന്നു. എങ്ങനെ പരിഹരിക്കും? ചുരുക്കി പറഞ്ഞാൽ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ചെയ്യാനുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം തകിടം മറിയും, ലോകത്തിൻ്റെ മുഴുവൻ സാഹചര്യങ്ങളും തകിടം മറിയും. ഇതുവരെ നമ്മൾ കണ്ട യുക്രൈൻ റഷ്യ യുദ്ധം പോലെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം പോലെയോ അല്ല ഇത്. ലോകം രണ്ട് ചേരിയാവും. ഇത് ലോകം രണ്ട് ചേരിയാവുമെന്ന് മാത്രമല്ല, ഇറാൻ വിചാരിച്ചാൽ ലോകത്തിന് മുഴുവൻ പണി കൊടുക്കാൻ പറ്റും. അറബ് രാജ്യങ്ങളെ തകർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടക്കുകയും അറബ് രാജ്യങ്ങൾക്ക് എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യവും ഇറാൻ സൃഷ്ടിച്ചാൽ കഴിഞ്ഞു. കാരണം ഇറാനെ മുന്നും നോക്കാനില്ലെന്നേ. കഴിഞ്ഞ 47 വർഷമായിട്ട് അവരനുഭവിച്ചത് ഇഷ്ടം പോലെ അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇറാഖിനെ മുൻനിർത്തി അമേരിക്ക പിന്നിൽ നിന്ന് കളിച്ച് 10 വർഷമാണ് ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ട് സദ്ദാം ഹുസൈൻ്റെ നേതൃത്വത്തിൽ ആക്രമണം നടത്തിയത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ടും ഇറാനെ തൊടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന 10 രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്തിട്ടൊരു കലാപം നടത്തി അവിടുത്തെ ഭരണാധികാരിയെ കൊല്ലാൻ ശ്രമിച്ചു, അതും വിജയിച്ചിട്ടില്ല. അതിനു മുമ്പ് ഒരു ബുർഖ ധരിച്ചതിൻ്റെ പേരിൽ അവിടുത്തെ സദാചാര പോലീസ് ഒരു പെൺകുട്ടിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ട്. പക്ഷേ ഒരു 10-20% താഴെ ആളുകൾ മാത്രമേ ഈ ഖാംനെയി ഭരണകൂടത്തിനെതിരെയുള്ളൂ. ബാക്കി ജനങ്ങൾ മുഴുവൻ ഈ ഇദ്ദേഹത്തിനൊപ്പമാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടം ഗംഭീരമാണ് എന്നുള്ളത് കൊണ്ടായിരിക്കില്ല, മറിച്ച് ഈ ഭരണം മാറിയാൽ പിന്നെ വരുന്നത് അമേരിക്കയുടെ ഭരണമായിരിക്കും. അവിടെ രണ്ടാം പൗരന്മാരായിട്ട് പാശ്ചാത്യ ശക്തികൾക്ക് വഴിപ്പെട്ട് അടിപ്പെട്ട് ജീവിക്കേണ്ടി വരും. ഞങ്ങളുടെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും പരമാധികാരവും മറ്റൊരു ശക്തിക്ക് അടിയറവ് വയ്ക്കുക എന്ന് പറയുന്നത് ആത്മാഭിമാനമുള്ള രാജ്യസ്നേഹമുള്ള ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് അവരതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഖാംനെയ്ക്ക് കുടപിടിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ യുദ്ധം തുടങ്ങി എന്നതിനേക്കാൾ ഏറ്റവും അപകടകരം അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് ഇതിനെ എങ്ങനെ അവസാനിപ്പിക്കും എന്നതിനെ ചൊല്ലിയായിരിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.